ഇത് തേപ്പ് കിട്ടിയ നടിമാരെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഇതിൽ ആദ്യമായിട്ട് വരുന്നത് ചാർമിളയാണ്. ആക്ഷങ്കിയായിരുന്ന ബാബു ആന്റണിയായിട്ട് ചാർമിള സ്നേഹത്തിലായിരുന്നു. ബാബു ആന്റണി ഒരിക്കലും ഒന്നും പറയാതെ ഇവരോട് യാത്ര പോലും പറയാതെ അമേരിക്കയിലേക്ക് മുങ്ങുകയാണ് ചെയ്തത്. പിന്നെ അവിടെ വെച്ച് അദ്ദേഹം വേറെ വിവാഹം കഴിച്ചു, ഇവരും വേറെ വിവാഹം കഴിച്ചു. അങ്ങനെ ഇവരുടെ പ്രണയം അവസാനിക്കുകയാണ് ചെയ്തത്. ബാബു ആന്റണി ചതിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അതിന് കാരണക്കാരൻ അദ്ദേഹത്തിന്റെ ചേട്ടനായ തമ്പി ആന്റണിയാണ്. തമ്പി ആന്റണിക്ക് ചാർമിളയോടുള്ള ബന്ധം ഇഷ്ടമല്ലായിരുന്നു. അടുത്ത റായിലക്ഷ്മിയാണ്. റായിലക്ഷ്മി ധോണിയുടെയൊക്കെ തുടക്കകാലത്ത് റായിലക്ഷ്മിയും ധോണിയും തമ്മിൽ സ്നേഹത്തിലായിരുന്നു. ആ ബന്ധം കുറച്ചു നാളേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹമായിട്ടുള്ള ബന്ധം പിന്നീട് പിരിഞ്ഞു. റായിലക്ഷ്മിയെ തേച്ചെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഉള്ളത് നമ്മുടെ വിശാലും വരലക്ഷ്മിയാണ്. വരലക്ഷ്മി ശരത് കുമാറിന്റെ മകളാണ്, തമിഴ്നാട് ശരത് കുമാറിന്റെ. ഇവർ തമ്മിൽ കല്യാണം വരെ ഏതാണ്ട് ആയതായിരുന്നു. പിന്നീട് ഈ ബന്ധത്തിൽ നിന്ന് വിശാൽ പിന്മാറുകയാണ് ചെയ്തത്. വിശാൽ തമിഴിലെ നമ്മുടെ അമ്മ സംഘടനയൊക്കെ പോലെ തമിഴിലൊരു സംഘടനയുണ്ട്. അതിന്റെ പ്രസിഡന്റ് ആയപ്പോൾ ശരത് കുമാറുമായിട്ട് ഒരു ഉടക്കുണ്ടായി. അതിന്റെ പേരിലൊക്കെയാണെന്ന് തോന്നുന്നു പിന്നീട് ഇവർ തമ്മിൽ പിരിഞ്ഞത്. വരലക്ഷ്മി ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കല്യാണമൊക്കെ കഴിച്ചിരുന്നു കേട്ടോ. വേറൊരാളെ വിവാഹം കഴിച്ച അദ്ദേഹത്തിന്റെ രണ്ടാം വിവാഹമാണിത്. പിന്നുള്ളത് ശരത് കുമാറും നഗ്മയും തമ്മിൽ സ്നേഹത്തിലായിരുന്നു. നഗ്മ ശരത് കുമാറുമായിട്ട് സ്നേഹത്തിലാകാൻ കാരണം നഗ്മയ്ക്ക് ആദ്യം ഒരു ബന്ധം ഉണ്ടാകുന്നത് നമ്മുടെ ഗാംഗുലി, ക്രിക്കറ്റ് താരമായ ഗാംഗുലിയുമായിട്ട് നഗ്മ പ്രണയത്തിലായിരുന്നു. ഗാംഗുലി ശരത് കുമാർ ഗാംഗുലി ഈ ബന്ധത്തിന് പിന്മാറിയപ്പോൾ ആ ഒരു വിഷമത്തിലെങ്ങാണ്ട് ശരത് കുമാറുമായിട്ട് നഗ്മ പ്രണയത്തിലായെന്നാണ് തോന്നുന്നത്. അത് കുറച്ചു നാളേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഗാംഗുലി വേറെ വിവാഹം കഴിച്ചു. അതുപോലെ നഗ്മ പിന്നീട് വിവാഹം ഒന്നും കഴിക്കാൻ പോയില്ല. ശരത് കുമാറിന് ഭയങ്കര ഒരു വിഷമമൊക്കെ ആയിരുന്നു ആ സമയത്ത്. ശരത് കുമാർ ഭയങ്കര എന്താ പറയുക, ഇവരെ കൊല്ലു എന്നൊക്കെ പറഞ്ഞ് നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് ദേവയാനി കല്യാണം ആലോചിച്ചു ശരത് കുമാർ, അത് നടന്നില്ല. പിന്നീട് രാധിക വിവാഹം കഴിച്ചു ശരത് കുമാർ. ഹൻസികയും ചിമ്പുവും ഒരു കാലത്ത് പ്രണയത്തിലായിരുന്നു. അത് നയൻതാരമായിട്ടുള്ള പ്രണയമൊക്കെ പൊട്ടിയിരുന്ന സമയത്താണ്. പക്ഷെ ഹൻസികയായിട്ടുള്ള ബന്ധം മുമ്പോട്ട് പോയില്ല. ഹൻസിക ചിമ്പുവിന്റെ ബന്ധു കൂടിയാണ് കേട്ടോ. ഇവർ ഒന്നിച്ചില്ല, പിരിയാണ് ചെയ്തത്. ഹൻസിക വിവാഹം കഴിച്ചു, ചിമ്പു വിവാഹം കഴിച്ചില്ല. അടുത്തയാൾ ശ്രീവിദ്യയാണ്. ശ്രീവിദ്യയും കമൽഹാസനും തമ്മിൽ പ്രണയത്തിലായിരുന്നു. കമൽഹാസൻ പിന്നെ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് ആ സമയത്ത് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. പക്ഷെ ഇത് മുമ്പോട്ട് ഇങ്ങനെ പോയാൽ പറ്റത്തില്ലെന്ന് പറഞ്ഞ അവർ അമ്മ നിർബന്ധിച്ചപ്പോൾ കമൽഹാസൻ ആ ബന്ധത്തിൽ പിന്മാറുകയും പിന്നെ ജോർജ് എന്ന് പറഞ്ഞ ഒരാള് നിർമ്മാതാവാണെന്നൊക്കെ പറഞ്ഞ് കള്ളമൊക്കെ പറഞ്ഞ് വന്ന് ഇവരെ വിവാഹം കഴിക്കുകയാണ് ചെയ്തത്. ഇദ്ദേഹം നിർമ്മാതാവൊന്നും അല്ലായിരുന്നു. പിന്നെ ഉള്ളത് നമ്മുടെ ഹീരയും അതുപോലെ അജിത്തുമാണ്. അജിത്തും ഹീരയും തമ്മിൽ പ്രണയത്തിലായിരുന്നു കേട്ടോ. അത് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആ പ്രണയത്തിൽ നിന്ന് അജിത്ത് പിന്മാറി ശാലിനിയായിട്ട് ലൈനായി. ഹീര ഇപ്പോഴും വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ് ഒരു കാലത്ത് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഹീര വിവാഹം കഴിച്ചു. 2 വർഷമേ ആ ബന്ധം ഉണ്ടായിരുന്നുള്ളൂ. ആ ബന്ധം പിരിഞ്ഞതാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്.